A compound contains 4.07% hydrogen, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96 gram. What are its empirical and molecular formula? നമ്മൾ പറഞ്ഞു എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല കാണാനായിട്ട് ആദ്യം തന്നെ കോളം ഉണ്ടാക്കും. കോളത്തിൽ ഫസ്റ്റ് കോളം എലമെൻറ്റ്, സെക്കൻഡ് കോളം ഇറ്റ്സ് അറ്റോമിക് മാസ്, തേർഡ് കോളം പെർസെൻറ്റേജ് മാസ്. അതുവരെ ആദ്യം പറയാം. ഫസ്റ്റ് കോളം എലമെൻറ്റ്സ് ഏതൊക്കെ എലമെൻറ്റ്സ് ഉള്ളത്? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. Carbon, hydrogen, chlorine. We know that the atomic mass of carbon is 12, hydrogen 1, chlorine 35.5. Their percentage given, നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. Carbon 24.27, hydrogen 4.07, chlorine 71.65%. Next step, divide the percentage mass with atomic mass. നമ്മൾ ചെയ്യുന്നു. 24.27 by 12, which is 2.02 nearly. Next 4.07 by 1, 4.07 തന്നെ കിട്ടുന്നു. 71.65 by 35.5 is also nearly 2.02. ഇനി ഇതിൽ നോക്കുക, ഇതിൽ ചെറിയ നമ്പർ ഏതാണ്? ഈ മൂന്നെണ്ണത്തിൽ ചെറുത് ഏതാണ്? 2.02. Divide all these numbers with the smallest one. അപ്പോൾ നമുക്ക് simplest ratio between different kinds of atoms കിട്ടും. ചെയ്യുന്നു. 2.02 by 2.021, 4.07 by 2.022, 2.02 by 2.021. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ തമ്മിലുള്ള റേഷ്യോ 1:2:1 ആണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എംപിരിക്കൽ ഫോർമുല എഴുതാം. എംപിരിക്കൽ ഫോർമുല, ജസ്റ്റ് റൈറ്റ് ദ symbols of these elements side by side. CHCl എഴുതി. ഇനി സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഈ നമ്പേഴ്സ്, കാർബണിന് 1 ആകുമ്പോൾ എഴുതണ്ട. ഹൈഡ്രജൻ 2 എഴുതി. ക്ലോറിൻ അഗെയിൻ 1. സോ ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല ഈസ് CH2Cl. നെക്സ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദ എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല മാസ്, അറ്റോമിക് മാസ് അറിയണം. കാർബൺ 12 plus 2 hydrogen, so 2 into 1 2 plus 35.5, you get 49.5. ഇനി മോളാർ മാസ് is given 98.96 gram ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, to get molecular formula, next step, divide the molar mass with empirical formula mass. ഡിവൈഡ് ചെയ്തു, ഒരു നമ്പർ കിട്ടി. ആ നമ്പർ കൊണ്ട് എംപിരിക്കൽ ഫോർമുലയിലെ ഈ സബ്സ്ക്രിപ്റ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. സോ ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഈ റിലേഷൻ ചോദിക്കാറുണ്ട് എക്സാമിന്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. വാട്ട് ഈസ് n ഹിയർ? n ഈസ് മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഈസ് n. അറിയണം. ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 കിട്ടി. 2 കൊണ്ട് എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ C 1 ആണ്, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ബിക്കം C2. H2 എന്നുള്ളത് H2 ഇൻറ്റു 2 H4 ആവുന്നു. ആൻഡ് ക്ലോറിൻ 1 ആണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Cl2. സോ ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല ഈസ് C2H4Cl2. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യൻ പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോയിക്യോമെട്രി ആൻഡ് സ്റ്റോയിക്യോമെട്രിക് കാൽക്കുലേഷൻസിനെ കുറിച്ചാണ്. എന്താണ് സ്റ്റോയിക്യോമെട്രി? മെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെൻ്റ് എന്നാണ് അർത്ഥം. സ്റ്റോക്കിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസ് എന്നൊക്കെയാണ്. അപ്പോൾ ആറ്റംസിൻ്റെ മെഷർമെൻറ്റ്, മോളിക്യൂൾസിൻ്റെയൊക്കെ മെഷർമെൻറ്റ്, ഇതൊരു ഗ്രീക്ക് വേർഡാണ്. അപ്പോൾ ആറ്റംസ് മോളിക്യൂൾസ് മെഷർമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിനെ കുറിച്ചും. അപ്പോൾ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഗ്രാമിലുള്ള എമൗണ്ടും അതിലുള്ള നമ്പർ ഓഫ് മോൾസിനെ കുറിച്ചുള്ള റിലേഷൻ നമുക്കറിയാം. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവും,
അത്രയും പ്രൊഡക്റ്റ് ഉണ്ടാവാനായിട്ട് എത്ര റിയാക്റ്റൻസ് യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്, സ്റ്റോയിക്യോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു കോമ്പൗണ്ട് എന്താണ്, അതിൻ്റെ മോളിക്കുലർ ഫോമിൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തി. ഇനി ഈ കോമ്പൗണ്ട് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെയും ഫോമുല നമുക്കറിയാം. അപ്പോൾ ഈ ഫോമുലാസ് അറിയുകയാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നുള്ളത് വലിയൊരു സെൻറ്റൻസിൽ പറയുന്നതിന് പകരം മോളിക്യൂളിൻ്റെ ഫോമുല ഉപയോഗിച്ച്, സിമ്പലോ ഫോമുലയോ ഉപയോഗിച്ച് നമുക്ക് ആ കെമിക്കൽ റിയാക്ഷനെ വളരെ ഷോർട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ആ ഷോർട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബൈ യൂസിങ് സിമ്പിൾസ് ആൻഡ് ഫോമുലേ, അതിനെന്താ പേര് പറയുക? എല്ലാവർക്കും അറിയാം. എന്താണ് അതിന് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? എ കെമിക്കൽ ഇക്വേഷൻ ഈസ് ദ ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് സിമ്പിൾസ് ആൻഡ് ഫോമുലേ. ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ എന്നുള്ളതിൻ്റെ സിമ്പിൾ സി ആണ്. ഓക്സിജൻ, ഓക്സിജൻ്റെ സിമ്പിൾ ഒ ആണെങ്കിലും ഇറ്റ്സ് ഫോമുല ഈസ് O2. കാർബൺ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഫോമിങ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നതിന് പകരം C+O2 gives CO2 എന്ന് എഴുതിയാൽ പോരെ. ഇനി വേണമെങ്കിൽ ഈ ഇക്വേഷനിൽ അതിൻ്റെ സ്റ്റേറ്റ് ഒക്കെ എഴുതാം. ഇതിപ്പോൾ കാർബൺ സോളിഡ് സ്റ്റേറ്റിലാണ്, ഓക്സിജൻ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്, കാർബൺ ഡയോക്സൈഡ് ഗ്യാഷ്യസ്. ഇതും ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ഓരോന്നും പറയണ്ട. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കെമിക്കൽ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചു, ഫസ്റ്റ് ലോ കൺസർവേഷൻ ഓഫ് മാസ് വെച്ചിട്ട് എന്ത് പഠിച്ചു? രണ്ട് സൈഡിലും മാറ്ററിൻ്റെ എമൗണ്ട്, അതിൻ്റെ മാസ് ഈക്വൽ ആയിരിക്കണം. ലോ കൺസർവേഷൻ ഓഫ് മാസ് അതാണ് പറയുന്നത്. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. സോ ഒരു ഇക്വേഷനിൽ രണ്ട് സൈഡിലും, ഇപ്പോൾ ഇവിടെ കറക്റ്റാണ് 12 + 32 44, ഇവിടെയും 44 ആണ്. ഇപ്പോൾ വേറൊരു ഇക്വേഷൻ ഞാൻ എഴുതുന്നു. CH4 മീഥെയിൻ എന്നുള്ള ഗ്യാസ് ഓക്സിജനിൽ ബേൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു എന്നുള്ളത് ഇക്വേഷനായിട്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര ഗ്രാമാണ്? 16 ഗ്രാം മീഥെയിൻ റിയാക്ട്സ് വിത്ത് 32 ഗ്രാം ഓക്സിജൻ. അപ്പോൾ 32 + 16 48 ഗ്രാമാണ് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ നമുക്കറിയാം കാർബൺ 12 ആണ്, ഓക്സിജൻ 32, ടോട്ടൽ 44. ഇവിടെ 18 ആണ് ഇതിൻ്റെ മോളർ മാസ്. 44 + 18 62 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്തിരിക്കണം. ഒബേ ചെയ്യാനായിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം. ഈ മാസ് നമുക്കൊന്ന് മാറ്റി കളയാം. ഇനി ഈ ഇക്വേഷൻ വെച്ച് ഈ സൈഡിലൊരു കാർബണാണ്, ഈ സൈഡിലൊരു കാർബണാണ്. ആറ്റംസിൻ്റെ എണ്ണം, ആറ്റം പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ രണ്ട് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണം, അതാത് ടൈപ്പ് ഓഫ് ആറ്റംസിൻ്റെ എണ്ണം ഈക്വൽ ആണ്. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, കറക്റ്റാണ്. ഇവിടെ 4 ഹൈഡ്രജൻ, പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ? 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ഹൈഡ്രജനും കൂടി കൊടുക്കണം. അപ്പോൾ ടോട്ടൽ രണ്ട് സൈഡിലും 4 ഹൈഡ്രജനായി. ഇനി ഇവിടെ 2 ഓക്സിജനാണ്. ഇവിടെ എത്ര വരുന്നുണ്ട്? ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ, ടോട്ടൽ 4. അപ്പോൾ ഇവിടെ 4 വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 2O2 വേണം. അപ്പോൾ കറക്റ്റ് ആയില്ലേ? രണ്ട് സൈഡിലുള്ള എല്ലാ ആറ്റംസിൻ്റെ എണ്ണം ഈക്വൽ. ഒരു കാർബൺ, ഒരു കാർബൺ, 4 ഓക്സിജൻ, 4 ഓക്സിജൻ, 4 ഹൈഡ്രജൻ, കറക്റ്റായി. സച്ച് ആൻ ഇക്വേഷൻ ഈസ് കോൾഡ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. രണ്ട് സൈഡിലുള്ള ആറ്റംസിൻ്റെ എണ്ണം ഈക്വൽ ആവണം. അതിനെന്ത് ചെയ്തു? ആദ്യം ഹൈഡ്രജനും ഓക്സിജനും ഒഴിച്ചുള്ള ആറ്റംസ് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുക, ലാസ്റ്റ് ഓക്സിജൻ ബാലൻസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് റൂള്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ രണ്ട് സൈഡിലുള്ള ആറ്റംസിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ഈച്ച് കൈൻഡ് ഓഫ് ആറ്റം, ദ നമ്പർ ഓഫ് ഈച്ച് കൈൻഡ് ഓഫ് ആറ്റം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ ആർ ഈക്വൽ. അതാണ് ഒരു ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, മീഥെയിൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്,
ലിക്വിഡ് വാട്ടറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്സും കൂടിയും കാണിച്ചിരിക്കും. ഇനി ഈ ഇക്വേഷനിൽ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എത്രയെങ്കിലും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇതിൻ്റെ കൂടെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹീറ്റ് എനർജി എച്ച് എന്ന് കാണിക്കാം, ഡെൽറ്റ എച്ച് വാല്യൂ ചേഞ്ച്, ഡെൽറ്റ ചേഞ്ച് ഇൻ എനർജി എത്രയാണെന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കാനായിട്ട് പറ്റും. അങ്ങനെയും കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും. എത്ര പ്രൊഡക്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു റിക്വയർഡ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര റിയാക്റ്റൻസ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റും. സച്ച് കാൽക്കുലേഷൻസ് ആർ ഇൻവോൾവ് ഇൻ സ്റ്റോയിക്യോമെട്രിക് കാൽക്കുലേഷൻസ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 1 mol മീഥെയിൻ reacts with 2 moles of oxygen producing 1 mole of carbon dioxide and 2 moles of water എന്ന് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. രണ്ടാമത് നമുക്ക് പറയാം 1 molecule of methane reacts with 2 molecules of oxygen producing 1 molecule of carbon dioxide and 2 molecules of water. ഇതിപ്പോൾ STPയിലാണെന്ന് വിചാരിക്കൂ. ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ STPയിലാണ്. ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം എന്ത് 1 mol എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STPയിലുള്ള അതിൻ്റെ വോള്യം മോളാർ വോള്യമാണ്. മോളാർ വോള്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.4 ലിറ്റേഴ്സാണ് STPയിൽ. അപ്പോൾ ഇത് 22.4 ലിറ്റേഴ്സ് 1 mol ആണെങ്കിൽ 22.4 ലിറ്റേഴ്സ് റിയാക്ട്സ് വിത്ത് here there are 2 moles, so its volume is 2 into 22.4 liters of oxygen producing എത്രയായിരിക്കും 22.4 liters of carbon dioxide and ഇത് gaseous സ്റ്റേറ്റിലാണെങ്കിൽ 2 into 22.4 liters of water vapor. ആ കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി വേറൊരു കാര്യം മനസ്സിലാവുന്നത് ഇത് 1 mol ആണ് റിയാക്ട് ചെയ്യണത്. 1 mol എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 12 + 14 = 16 gram. 16 gram മീഥെയിൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. ഹിയർ ഓക്സിജൻ 32 മോളാർ മാസ് 2 ഓക്സിജൻ, സോ 64 gram ആണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. 1 mol of carbon dioxide, its molar mass is 44 gram. കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 2 into 18 36 gram വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നു. നോക്കി നോക്കൂ 64 + 16 എത്രയാണ് 80. ദിസ് ഈസ് ഓൾസോ 80. സോ രണ്ട് സൈഡിലുള്ള മാസും ഈക്വലാണ്. അപ്പോൾ ഇത്രയും കുറേ കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതിനെയാണ് സ്റ്റോയിക്യോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യണം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് 16 gram ഓഫ് മീഥെയിൻ. ഇത് ചെയ്യുമ്പോൾ സ്റ്റോയിക്യോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ഇവിടെ റിയാക്ഷൻ ഏതാണെന്ന് നോക്കുക. കമ്പസ്റ്റൻ ഓഫ് മീഥെയിൻ തന്നെയാണ്. മീഥെയിൻ ഫോർമുല നിങ്ങൾക്കറിയാം CH4. കമ്പസ്റ്റൻ മീൻസ് ബേണിംഗ് ഇൻ ഓക്സിജൻ. ആൻഡ് മീഥെയിൻ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജനിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് ഹൈഡ്രോ കാർബൺ ആണെങ്കിലും കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ഏത് കോമ്പൗണ്ട് ആണെങ്കിലും ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മാത്രമാണ് ഉണ്ടാവുക. സോ നമുക്ക് എന്ത് കിട്ടുന്നു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഇനി ഇത് ബാലൻസ്ഡ് അല്ല, ബാലൻസ് ചെയ്യണം. നേരത്തെ പറഞ്ഞ അതേപോലെ കാർബൺ ഒരെണ്ണമാണ് ശരിയാണ്, ഹൈഡ്രജൻ 4 എണ്ണം, അപ്പോൾ 2 വാട്ടർ മോളിക്യൂൾസ് ഇവിടെ വരും. ഇനി ഓക്സിജൻ 2 എണ്ണം ഇവിടെയുള്ളൂ, ഇവിടെ 2 + 2 4 ആണ്. സോ ഹിയർ 2. ദിസ് ഈസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇനി ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് 16 gram മീഥെയിൻ ബേൺ ചെയ്യുകയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് വാട്ടർ എത്രയാണെന്നുള്ളതാണ്. 16 gram. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് ഗ്രാമിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എത്ര ഗ്രാമാണ് മീഥെയിൻ ഇക്വേഷനിലുള്ളത് എന്നുള്ളത് മുകളിൽ എഴുതണം. ആ
ഇക്വേഷനിലുള്ള മീഥെയിൻ എത്ര ഗ്രാം വാട്ടർ തരുന്നു ഇക്വേഷനിൽ എന്നുള്ളത് മുകളിൽ എഴുതണം. മുകളിലാണ് എഴുതേണ്ടത്. നോക്കൂ, 12 + 4 16 ഗ്രാം ആണ് മീഥെയിൻ. എത്ര ഗ്രാം വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു? 2 × 18 36 ഗ്രാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇക്വേഷനിലുള്ള മീഥെയിൻ്റെ എമൗണ്ട് തന്നെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. 16 ഗ്രാം മീഥെയിൻ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും? വളരെ ഈസി ആയിട്ട് പറയാം. 16 ഗ്രാം മീഥെയിൻ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ 2 × 18 = 36 ഗ്രാം വാട്ടറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മോളിൽ പറയാൻ പറഞ്ഞാലും വളരെ എളുപ്പമാണ്. 16 ഗ്രാം മീഥെയിൻ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. 1 മോൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 2 മോൾസ് ഓഫ് വാട്ടറാണ് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആഫ്റ്റർ കമ്പസ്റ്റൻ? അപ്പോൾ കഴിഞ്ഞ പോലത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ, മീഥെയിൻ്റെ കമ്പസ്റ്റൻ തന്നെയാണ്. അപ്പോൾ സെയിം ഇക്വേഷൻ, CH4 + 2O2 gives CO2 + 2H2O. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്താ വ്യത്യാസം? എത്ര മോൾസ് ഓഫ് മീഥെയിൻ വേണം ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ എത്ര മോൾസ് ഓഫ് മീഥെയിൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം 1 മോൾ മീഥെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ എഴുതാം 1 മോൾ മീഥെയിൻ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ മോളിലല്ല പറഞ്ഞേക്കുന്നത്, ഗ്രാമിലാണ്. നമുക്കറിയാം ഈ ഇക്വേഷനിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 44 ഗ്രാം ആണ് അല്ലേ? അപ്പോൾ 1 മോൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ 1 മോൾ മീഥെയിൻ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ 44 ഗ്രാമോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയാണ്? 22 ഗ്രാമോ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ 1 മോള് 44 ഗ്രാം തരുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ എഴുതുക, 22 ഗ്രാം. ഇതെന്താണ്? നമുക്കറിയില്ല. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്, നമുക്കറിയില്ല. അപ്പോൾ 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മോൾ മീഥെയിൻ ബേൺ ചെയ്യണത് കാണുമ്പോൾ തന്നെ അറിയാം. 44ൻ്റെ പകുതിയാണ് 22. അപ്പോൾ 22 കിട്ടാൻ 1 മോളിൻ്റെ പകുതി മീഥെയിൻ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഹാഫ് മോൾ, 0.5 മോൾ ഓഫ് മീഥെയിൻ ഈസ് റിക്വയർഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പോൾ എളുപ്പമാണ്. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാനായിട്ട് 1 മോൾ മീഥെയിൻ വേണം. അപ്പോൾ 22 ഗ്രാമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കിട്ടാനായിട്ട് എത്ര മോൾ വേണം? ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും this into this by this. So 22 into 1 divided by 44 is equal to 1/2 equal to 0.5 moles of methane is required. ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ 1 മോൾ മീഥെയിൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 മോൾസ് ഓഫ് ഓക്സിജൻ വേണ്ടേ? അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, ഈ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ വെച്ച് 1 മോൾ മീഥെയിൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ 2 മോൾസ് ഓഫ് ഓക്സിജൻ വേണം. ഇനി നമ്മൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1 മോൾ ഓക്സിജൻ തന്നെ യൂസ് ചെയ്തുള്ളൂ വിചാരിക്കൂ. CH4 + O2 ചെയ്തുള്ളൂ വിചാരിക്കൂ. 1 മോൾ മീഥെയിൻ എടുത്തു, 1 മോൾ ഓക്സിജൻ എടുത്തു. അതായത് 1 മോൾ മീഥെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ഗ്രാം മീഥെയിൻ എടുത്തു, 32 ഗ്രാമാണ് ഓക്സിജൻ എടുത്തുള്ളൂ. ശരിക്കും 64 വേണം കംപ്ലീറ്റ് ആയിട്ട് മീഥെയിൻ റിയാക്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഓക്സിജൻ കുറച്ചേ എടുത്തുള്ളൂ എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എടുത്തിട്ടുള്ള ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും അല്ലേ? പക്ഷേ ഏത് റിയാക്ട് ചെയ്യില്ല? മീഥെയിന് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയില്ല. മീഥെയിന് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ ആവശ്യമുള്ളത്ര ഓക്സിജൻ ഇവിടെ ഇല്ലാത്ത കാരണം മീഥെയിൻ കംപ്ലീറ്റ് റിയാക്ട് ചെയ്യില്ല, പക്ഷേ ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ റിക്വയർഡ് പ്രൊപ്പോർഷനിലല്ല റിയാക്റ്റൻസ് എടുക്കുന്നത് എങ്കിൽ ഒരു റിയാക്റ്റൻ്റ് റിയാക്ഷൻ കഴിയുമ്പോൾ ബാക്കി വരും, മറ്റേ റിയാക്റ്റൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടും. അപ്പോൾ ഏത് റിയാക്റ്റൻ്റാണോ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെട്ടത് അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ 1 മോൾ മീഥെയിന് 1 മോൾ ഓക്സിജനെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. 2 മോൾസ് വേണം. 1 മോൾ ഓക്സിജനെ യൂസ് ചെയ്തുള്ളൂ എങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൽ 32 ഗ്രാമാണ് 1 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1 മോൾ ഓക്സിജൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലെ ഹാഫ് മോളിനല്ലേ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് എത്ര ഉണ്ടാവും എന്നുള്ളത് നിശ്ചയിക്കുന്നത് ആരാണ്? റിക്വയർഡ് എമൗണ്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത റിയാക്റ്റൻ്റാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്? എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്ന്. സോ
ദ റിയാക്റ്റൻ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ ദ റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ 1 മോൾ ഓക്സിജനെ യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടും, മീഥെയിൻ ബാക്കി വരും. ഏതാണോ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത് അതാണ് ഒരു റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്നത്. ഒരു റിയാക്ഷനിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്ന് ലിമിറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഈ റിയാക്റ്റൻ്റാണ്. ആ റിയാക്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്നു ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓർ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദാറ്റ് റിയേജൻറ്റ് ഓർ ദാറ്റ് റിയാക്റ്റൻറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന റിയാക്റ്റൻറ്റിനെ എന്ത് വിളിക്കുന്നു? ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്, ബിക്കോസ് ഇറ്റ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് ടു ബി ഫോംഡ്. Such a reactant is called a limiting reagent. So ഈ കേസിൽ ഓക്സിജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്സിജൻ കുറവ് എടുക്കുകയാണെങ്കിൽ, മീഥെയിന് ആവശ്യമുള്ളത്ര ഓക്സിജൻ എടുത്തിട്ടില്ലെങ്കിൽ ഓക്സിജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ നമുക്ക് റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഏതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ആ റിയാക്ഷനിൽ ഏതാണ് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്തതെന്നുള്ളത് നമുക്ക് സ്റ്റോയിക്യോമെട്രിക് കാൽക്കുലേഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് അങ്ങനത്തെ എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, ലിമിറ്റിംഗ് റിയേജൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ഒരു പ്രോബ്ലം കൂടിയും ചെയ്യാം.